ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും നമ്മൾ ഒരു ബുധനാഴ്ച കൂടെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്കാണ് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുന്ന വിവരങ്ങൾ അറിയിക്കുന്നത്. വളരെ സന്തോഷം തോന്നുകയാണ്. നിങ്ങളിത് കാണാൻ, കേൾക്കാൻ, പങ്കിടാൻ ചിലവഴിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ വചനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതാ നമ്മളിപ്പോൾ വരുന്ന ഈ വചനം 14-ാമത്തെ വചനമാണ്. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരിക്കുന്നു. അത് 13-ാം വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് കൂടുതൽ. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽ മക്കൾ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങൾ. അത് ആ പ്രയോഗം പെട്ടെന്ന് വായിച്ചാൽ ചിലപ്പം അത്ര കണ്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങൾ. ഏത് സന്ദർഭമായി പറയുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ. പഴയ ഉടമ്പടി, പഴയ നിയമം എന്ന് പറയുന്നത് സീനായ് മലയിൽ വെച്ച് മോശയുടെ കയ്യിൽ ദൈവം ലിഖിത നിയമങ്ങളായിട്ട് കൊടുക്കുകയാണ് 10 കൽപ്പനകൾ. അപ്പോൾ ആ 10 കൽപ്പനകൾ വാങ്ങുവാനായി മോശ മലയിലേക്ക് കയറിപ്പോയപ്പോഴേ ആ സന്ദർഭമാണ് പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മോശ മലയിലേക്ക് കയറിപ്പോവുകയാണ്. മോശയുടെ ദൈവത്തോടു കൂടെ 40 രാവും 40 പകലും ഇരിക്കുമ്പോൾ മോശയുടെ മുഖം, ത്വക്ക് എല്ലാം ദൈവ തേജസ് കൊണ്ട് നിറയുകയാണ്. അപ്പോൾ പഴയ നിയമ ശുശ്രൂഷ തേജസ്സിൻ്റെ ശുശ്രൂഷയായിരുന്നു. മോശയുടെ ത്വക്ക് മുഴുവൻ തേജസ്സും കൊണ്ട് നിറയുകയാണ്. തേജസ്സും കൊണ്ട് നിറഞ്ഞ് ത്വക്കുമായി മോശ സിനായ് മലയിൽ നിന്ന് അടിവാരത്തേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷേ ആ തേജസ്സിനൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. തിരോധാനം സംഭവിച്ചുകൊണ്ടിരുന്നു. ഒന്നുകൂടെ ഞാൻ ആ വചനം വായിക്കാം. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെയല്ല ഞങ്ങൾ. അപ്പം മോസസ് ചെയ്ത ഒരു കാര്യമുണ്ട്. മോസസ് മുഖത്തൊരു മൂടുപടം, ഒരു വെയിൽ ധരിച്ചു. മുഖത്ത് മൂടുപടം ധരിച്ചതിൻ്റെ ഉദ്ദേശം തേജസ്സിന് തിരോധാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തേജസ് മങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. മലയിലിരുന്നപ്പം ഉള്ള തേജസ് താഴ്വരയിലേക്ക് വരുമ്പോൾ കിട്ടുന്നില്ല. താഴ്വരയിൽ നിന്ന് വീണ്ടും ജനത്തിനിടയിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും തേജസ് മങ്ങുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം 100-ലായിരുന്നു തുടങ്ങിയതെങ്കിൽ മല ഇറങ്ങി തുടങ്ങുമ്പോഴേ അത് 90 ആകുന്നു. മലയുടെ പകുതി എത്തുമ്പോൾ അത് 80 ആകുന്നു. മലയുടെ കാൽഭാഗം എത്തിച്ചേരുമ്പോഴത്തേക്കും അത് വീണ്ടും 60-ലേക്കും 30-ലേക്കും എത്തുന്നു. ഏറ്റവും താഴ്വരയിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ തേജസ്സിൻ്റെ പ്രഭാവം നഷ്ടപ്പെടുന്നു, മങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മോസസ് തീരുമാനിച്ചു, ആദ്യത്തേത് കാണിക്കാതിരിക്കാമെങ്കിൽ അവസാനത്തേത് കാണുമ്പോൾ ആർക്കും ആശങ്ക വരികയില്ലല്ലോ. നിങ്ങൾ എന്നെ നന്നായി വണ്ണിച്ചാണ് കണ്ടിരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് ക്ഷീണിച്ചാൽ വണ്ണിച്ച് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ക്ഷീണിച്ച് കണ്ട എന്നെ കാണുമ്പോൾ അയ്യോ ബ്രദറിന് എന്നാ പറ്റി, ഭയങ്കര ക്ഷീണമാണല്ലോ എന്ന് പറയുന്നേ. അപ്പോൾ ആദ്യത്തേത് കാണിക്കാതിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തേത് തിരിച്ചറിയാൻ കഴിയുകയില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ വണ്ണം വെച്ചതായിട്ട് നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ക്ഷീണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്നെ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് കണ്ടിട്ടുള്ളതെങ്കിൽ എൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഇതേ കാര്യം തന്നെയാണ് മോസസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. മോശയുടെ മുഖത്ത് വ്യാപിച്ച തേജസ്സിൻ്റെ ഘനം വലുതായിരുന്നു. എവിടെ? മലയിൽ വെച്ച്. പക്ഷേ താഴ്വരയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് മങ്ങി മറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ തിരോധാനം, ആ താഴേക്കുള്ള പോക്ക് മറയ്ക്കാൻ വേണ്ടി മോസസ് തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ധരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് നോക്കിക്കോണം, ഇനി ആ വചനം ഒന്നുകൂടെ വായിക്കുക. ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ആ വചനം വായിക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാവും.
മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങൾ. കണ്ടോ പ്രയോഗം കണ്ടോ? മോശയെ പോലെ അല്ല ഞങ്ങൾ. അതാണ് മോശ. പക്ഷെ ഞങ്ങളങ്ങനെയല്ല. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ അങ്ങനെയാണ്, പക്ഷെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ അങ്ങനെയല്ല. ആരുടെ കാര്യം പറയുന്നത്? കൊരിന്തിൽ ചെന്ന പൗലോസ്ലീഹയും സംഘവും അവർ പറയുകയാണ്, ഇത് തിരോധാനം ഭയന്ന് മോശ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ് മറയ്ക്കാൻ മോശ മൂടുപടം ഇട്ടതുപോലെ അല്ല. മോശയ്ക്കത് ആവശ്യമായിരുന്നു, കാരണം മോശ പ്രാപിച്ച തേജസ് മങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു. അതുപോലെയല്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താ ഇവിടെ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പുതിയ നിയമ ശുശ്രൂഷ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കാണ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഗ്ലോറി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതേ പ്രശ്നം നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, നമ്മൾ സീനാമലയിൽ പോയോ? നമുക്ക് സീനാമലയിൽ നിന്നൊരു തേജസ് കിട്ടിയോ? ഇതേ പ്രയോഗം നമ്മൾ പറയാറുണ്ട്. ദേവാലയത്തിലിരിക്കുമ്പം എനിക്ക് കുഴപ്പമില്ല, തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് പ്രശ്നം. ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പം എനിക്ക് കുഴപ്പമില്ല, പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് പ്രശ്നം. അല്ലെ, വീട്ടിലിരിക്കാൻ പ്രശ്നമില്ല, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രശ്നമാണ്, ചില സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പ്രശ്നമാണ്, ചില പരിതസ്ഥിതിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഞാനങ്ങ് നെർവസ് ആകും, ഉൾവലിയും, ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയിലേക്ക് ഞാൻ തന്നെ മാറ്റപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഫുൾ ടൈം എനിക്ക് നെഗറ്റീവാണ് വരുന്നത്. നിഷേധാത്മകമായ ചിന്ത കൊണ്ട് എൻ്റെ മനസ്സ് നിറയുകയാണ്. എന്നാൽ ഞാൻ ചാർജാവും, ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഇതാണ് ഈശോയുടെ കൂടെയുള്ള ജീവിതമെന്ന്. അല്ല. ഈശോയുടെ കൂടെയുള്ള ജീവിതം മലയിൽ സ്വീകരിച്ച തേജസ് താഴ്വരയിൽ വരുമ്പോൾ നഷ്ടപ്പെടുന്നതല്ല. മലയിൽ സ്വീകരിച്ച തേജസ് താഴ്വരയിൽ വരുമ്പോൾ തേജസ്സിന്മേൽ തേജസ്സായി മാറുന്നതാണ്, മഹത്വത്തിന്മേൽ മഹത്വമായി മാറുന്നതാണ്, കൃപമേൽ കൃപയായി മാറുന്നതാണ് പുതിയ നിയമത്തിൻ്റെ തേജസ്. പൗലോസ്ലീഹയും സംഘവും വ്യക്തമായി പറയുന്നു, ഞങ്ങളങ്ങനെയല്ല. തിരോധാനം ഭയന്ന് തേജസ്സിൻ്റെ തിരോധാനം ഭയന്ന് മോശ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല ഞങ്ങൾ. മോശ പ്രാപിച്ച പഴയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത ഏതായിരുന്നു? മലയിൽ നിന്ന് താഴ്വരയിലെത്തുമ്പോൾ, താഴ്വരയിൽ നിന്ന് ജനത്തിനടുക്കിലേക്ക് എത്തുമ്പോൾ എല്ലാം തേജസ് മങ്ങി 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 മറഞ്ഞ് മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ തേജസ്സിന്മേൽ തേജസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും കത്തിജ്വലിച്ച് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ആശയം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും. താഴേക്ക് നമുക്ക് ഇച്ചിരൂടെ വായിക്കാം, അപ്പോൾ കുറച്ചുകൂടെ അത് ഒരു പക്ഷേ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. മോശ മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങൾ. കണ്ടോ, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ, മുഖത്ത് മൂടുപടമിട്ട മോശയെ പോലെ അല്ല ഞങ്ങൾ ആ ടൈപ്പല്ല, ഞങ്ങൾ ആ അത്തരക്കാരല്ല. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ തേജസ് ക്രിസ്തുവിൽ നിന്നാണ്. അപ്പം ഇവിടെ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കരുത്, നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുന്നത് നമ്മുടെ മിടുക്കൊണ്ടാണ് എന്ന് ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് തെറ്റ് വരും. അവിടെ നമ്മുടെ തേജസ്സാകുന്നതിന് കാരണം, മഹത്വത്തിൽ നിന്ന് മഹത്വമാകുന്നതിന് കാരണം മഹത്വപൂർണനായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. അപ്പോൾ മോശയ്ക്ക് എന്താ അത് കിട്ടാഞ്ഞ്? മഹത്വപൂർണനായ ക്രിസ്തു മോശയുടെ ഉള്ളിലില്ലായിരുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനമോ ഈശോയുടെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന മാമോദീസയോ ഇതൊന്നും ഈ അർത്ഥത്തിൽ എന്തില്ല, പഴയ നിയമത്തിലില്ലായിരുന്നു. ഇതിൻ്റെ എല്ലാം നിഴലുകൾ പരിശോധനയായിട്ടും ഒക്കെ പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ പൊരുളായിട്ട് ഇത് വെളിപ്പെട്ട് വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവും ആ വ്യക്തിയും രണ്ടല്ലേ. വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറേ അറിവുകൾ കിട്ടിയേക്കാം. എന്നാൽ ആ വ്യക്തി എന്ന് പറയുമ്പോഴോ റിയൽ പേഴ്സണാണ് അല്ലേ, അതാ വ്യത്യാസം. ഈശോയെക്കുറിച്ചുള്ള അറിവ് പഴയ നിയമത്തിലുണ്ട്. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഈശോ എന്ന വ്യക്തി തന്നെയാണ്
നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മോട് പറയുകയാണ്, അവരുടെ മനസ്സ് കാഠിന്യമേറിയതായിരുന്നു. അവരുടെ മനസ്സ് കാഠിന്യമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീങ്ങിപ്പോകുന്നത്. കേട്ടോ, നിലനിൽക്കുന്ന തേജസ് ക്രിസ്തുവിൽ മാത്രം. സ്റ്റിൽ ദറ്റ് വെയിൽ റിമൈൻസ് ഓൾ ദ ടൈം വി റീഡ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം ആ മുഖത്ത് മൂടുപടം വീണ തേജസ്സാണ്. തേജസ്സുണ്ട് അവിടെ, പക്ഷേ മുഖത്ത് മൂടുപടമാണ്, പൂർണ്ണമായ തേജസ് വരുന്നില്ല. എന്നാൽ വെൻ യു ടേൺ ടു ക്രൈസ്റ്റ്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോഴോ, അതാ പറയുന്നത്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോഴോ, നോക്കൂ ആ വചനം എങ്ങനെയാണ് പോകുന്നത്. കർത്താവിങ്കിലേക്ക് എന്നാൽ അവരുടെ മനസ്സ് കഠിനമായിട്ട് പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നുവരെ അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീങ്ങിപ്പോകുന്നത്. അതെ, ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ മൂടുപടം നടക്കുന്നു. എന്തെന്നാൽ ആരെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകുന്നു. കാരണം കേട്ടോണം, 17-ാമത്തെ വചനം, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാ കർത്താവ് ആത്മാവാന്ന് ഇവിടെ പറയുന്നത്? ആത്മാവായ കർത്താവിന് നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുവാൻ കഴിയും. നമ്മുടെ ആത്മാവിൽ ആത്മാവായ കർത്താവ് കുടികൊള്ളുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരാന്തരിക സ്വാതന്ത്ര്യമുണ്ട്. ബാഹ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് 1947 നമുക്ക് കിട്ടിയത് ബാഹ്യ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു ആന്തരിക അടിമത്തമുണ്ട്. ആന്തരിക അടിമത്തം മാറുന്നത് മഹത്വപൂർണനായ ക്രിസ്തു, തേജോമയനായ ക്രിസ്തു, മഹത്വത്തിന് മേൽ മഹത്വമായ ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോഴാണ്. അവിടെയാണ് ആ വലിയ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ദൈവമേ, ഇത്രയും വലിയൊരു ഉൾക്കാഴ്ച ഈ വചനത്തിനുണ്ട്. നിങ്ങൾ ഇത് ജസ്റ്റ് ഇത് കൊറിന്തോസുകാർക്ക് എഴുതി 2-ാം ലേഖനം 3-ാം അധ്യായം ഞാനിവിടെ വായിച്ചു, നമ്മൾ ഒരുമിച്ച് കൃപയുടെ നീർച്ചാലുകളിൽ ഇത് പങ്കാളികളായി. പക്ഷേ ഇതും കൊണ്ട് ജസ്റ്റ് മിസ് ചെയ്ത് വിട്ടുപോകരുത്. ഞാൻ പറഞ്ഞത് കീപ്പ് ഓൺ റീഡിങ്. നിങ്ങളിത് വീണ്ടും വീണ്ടും വായിക്കണം. വീണ്ടും വീണ്ടും വായിച്ചാൽ പോലെ ഇത് വീണ്ടും വീണ്ടും ധ്യാനിക്കണം. വായിക്കുകയും ധ്യാനിക്കുകയും രണ്ടും രണ്ടാണ്. ജസ്റ്റ് മലയാളം നമ്മൾ വായിക്കുക ചെയ്യുന്നത്, ധ്യാനിക്കാറൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം വായിക്കാനുള്ളതല്ല, ഇത് ധ്യാനിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? ഒരു വചനം വായിച്ചിട്ട് ആ വാക്യത്തെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കണം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആരോടാ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്നതിന് ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് ഈ വാക്യം എഴുന്നേറ്റ് നിൽക്കും. ഈ വാക്യം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വചനം നമ്മളെ സ്വതന്ത്രമാക്കും. ഇതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് ഈ വചനത്തിലേക്ക് വിളിക്കുകയാണ്. നാം സ്വീകരിച്ചിരിക്കുന്നത് മങ്ങി മറഞ്ഞ് തീരോധാനം സംഭവിക്കുന്ന ഒരു തേജസ് അല്ല. നാം സ്വീകരിച്ചിരിക്കുന്ന തേജസ് അതീവ മഹത്വത്തിൻ്റെ തേജസ്സാണ്. മഹത്വത്തിൻ്റെ പ്രഭാപൂർണനായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന തേജസ്സാണ്. അതാണ് ആ വചനത്തിൽ കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് നോക്കിക്കോണേ 18-ാമത്തെ വചനം, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. അപ്പോൾ എവിടെ നിന്നുള്ള തേജസ്സാന്ന് വ്യക്തമായിട്ട് ഈ വാക്യത്തിലുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ വേണ്ട റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ കണ്ണാടിയെ കണ്ടിട്ടില്ലേ? കണ്ണാടിയിൽ എന്താ ചെയ്യുന്നത്? കണ്ണാടി നോക്കുകയാണ്. കണ്ണാടി നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എന്താണോ കണ്ണാടിയിൽ നമ്മൾ കാണുന്നത് അതാ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഇതുപോലെ നമ്മുടെ മുഖത്തേക്ക് റിഫ്ലക്ഷൻ ഉണ്ട്. ആ റിഫ്ലക്ഷൻ ആരുടേതാണ്? കർത്താവിൻ്റെ തേജസ്. അങ്ങനെയാണ് വചനം നോക്കിയാൽ എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ. നമ്മുടെ മാത്രമല്ല, നമുക്ക് മഹത്വം ഇല്ലല്ലോ. നമ്മളിലുള്ളത് ഭാവവും ശാഠ്യവും ഭിന്നതയും അസൂയയും പിണക്കവും ഒക്കെയാണ്. എന്നിലതൊക്കെയാണ് ഉള്ളത്. നമ്മുടെ മഹത്വമില്ല. എന്നാൽ കർത്താവിൻ്റെ മഹത്വം, ഇതാണ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി. കണ്ടോ വചനം ഒന്നുകൂടെ വായിക്കാമേ. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത്
പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ജീവിതം. ഇതിൽ കുറഞ്ഞ് ഒന്നും സ്വീകരിക്കരുത്. എനിക്ക് ഈ വചനം ഒരു പ്രാവശ്യം, ഒരു എപ്പിസോഡോടെ ഈ വചനം പറയണമെന്നുണ്ട്. ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം. ഭയങ്കര വചനം. അയ്യോ എൻ്റെ ദൈവമേ, എത്ര മണിക്കൂറുകൾ ധ്യാനിച്ചാൽ പോരാന്ന് തോന്നും, അത്രമാത്രം ശക്തമായൊരു വചനം. അപ്പോൾ 2 കാര്യം ഇന്ന് എപ്പിസോഡിൽ ഈശോ നമ്മൾ സംസാരിക്കുകയാണ്. 13-ാമത്തെ വചനത്തിലാണ് അത് തുടങ്ങുന്നത്. മങ്ങിപ്പോകുന്ന തേജസ്സിൻ്റെ തിരോധാനം മറയ്ക്കുവാൻ മോശമുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല ഞങ്ങൾ എന്ന് പൗലോസ്ലീഹ പറയുന്നതിലൂടെ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ചുള്ള വലിയ ഒരു മാനം, വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് തരികയാണ്. നമ്മൾക്ക് തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന തേജസ് മങ്ങുന്നതല്ല. യു വിൽ ബി മോർ ഗ്ലോറിയസ് ബിക്കോസ് ദ ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഇസ് ഇൻസൈഡ് യു. മഹത്വപൂർണനായ ക്രിസ്തു നിങ്ങളിലുള്ളത് കൊണ്ട് നിങ്ങൾ കൂടുതൽ മഹത്വപൂർണരായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് തീർന്ന് അമർന്നു പോവുകയില്ല, അത് വർദ്ധിച്ചു വരും. നിങ്ങളുടെ കുടുംബജീവിതം അതീവ മഹത്വപൂർണമായി മാറും. നിങ്ങളുടെ ആരോഗ്യം അതീവ കൃപയുടേതായി മാറും. പോകുന്ന വഴികൾ ഓരോന്നിലും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ആ വചനം മറക്കരുത്, ആ വചനം മറക്കരുത്. ഇതാ 17-ാമത്തെ വചനം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപട പണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അതാ എപ്പോഴും പറയണം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഒട്ടും കുറച്ച് കാണരുത്. മക്കളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എപ്പോഴും ഈ തോട്ടം മനസ്സിൽ വെക്കട്ടെ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഹല്ലേലൂയ. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവനവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അപ്പോഴും ചിന്തിക്കണം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. നിങ്ങൾ ഓരോ ശുശ്രൂഷകരായിട്ട് എന്നെ കേൾക്കുന്നവരെ, 88-ൽ നവീകരണത്തിലുണ്ടായിരുന്ന, 94-ൽ ദൈവം എന്നെ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഞാൻ കരിന്തിരി കത്തി ചാരത്തിനടിയിൽ കിടക്കുന്ന ഒരു കനല, അങ്ങനെ ചിന്തിച്ച് ഒതുങ്ങിപ്പോകരുത്. പുതിയ നിയമ ശുശ്രൂഷ അങ്ങനെ നിങ്ങൾ താഴെയായി ഒതുങ്ങിപ്പോകുന്നതല്ല. ഇത് നിങ്ങളിൽ നിന്നല്ലല്ലോ, ഇത് ക്രിസ്തുവിൽ നിന്നാണ്. മഹത്വപൂർണനായ ക്രിസ്തുവിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മിൽ നിന്നല്ല, നമ്മിലൂടെയാണ്. എന്നിൽ നിന്നല്ല, പക്ഷെ എന്നിലൂടെയാണ്. ആഴമായ ഒരു തിരിച്ചറിവ്. ഇത് മങ്ങുകയല്ല. ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ ഇതേ അഭിഷേകം എനിക്ക് വീട്ടിൽ ചെന്നാലും കാണും. ഓഫീസിൽ ചെല്ലുമ്പോഴും ഇതേ അഭിഷേകം കാണും. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, പോകുന്ന വഴികളിലും, പോകേണ്ടുന്ന വഴികളിലും, ചെയ്യുന്ന പ്രവൃത്തികളും ചെയ്യേണ്ടുന്ന പ്രവൃത്തികളിലും സകലയിടത്തും ഇതേ അഭിഷേകത്തിൽ എനിക്ക് തുടരാൻ കഴിയും. കാരണം ഈ തേജസ് എൻ്റേതല്ല, എൻ്റെ പ്രവൃത്തിയാൽ എനിക്ക് കിട്ടിയതല്ല. അതിദാരുണമായ പീഡാസഹനത്തിലൂടെ ഈശോയുടെ മഹത്വം എന്നിലേക്ക് വന്നതാണ്. ഹല്ലേലൂയ. അതിദാരുണമായ പീഡാസഹനത്തിലൂടെ ഈശോയുടെ മഹത്വം എന്നിലേക്ക് വന്നതാണ്. എൻ്റേതല്ല, പക്ഷേ എന്നിലൂടെയാണ്. കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ദൈവപ്രവൃത്തിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്, അതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. ഈ വശം, വലത്തെ വശം അല്ലേ? അതെ. എത്ര വർഷമായി? ഒത്തിരി വർഷം, ഒരുപാട് വർഷമായി. ഈ വിരലിന്റെ അറ്റത്തേക്ക് ഒരു മരവിപ്പ് വരും അല്ലേ? അതെ അതെ. കരയല്ലേ, ഈശോയാ വിളിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്നാ? റെജി. മകളെ റെജി, ഈശോ നിന്നെ വിളിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ റെജിക്ക് വേണ്ടി ഒരു മനസ്സോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകള് ഈ തോളില് ഒരു നുകം വെച്ചിരിക്കുകയാണ്. കഴിയുന്നില്ല ഈ പാവത്തിന്, വളരെ വിഷമിക്കുന്നു ഈ പാവം. എത്രത്തോളം ദുഃഖത്തിലാണ് ഈ മകൾ ഉള്ളത്. എൻ്റെ ഈശോയെ, കരുണയൊന്ന് വർഷിക്കണമേ. പറഞ്ഞു പ്രാർത്ഥിക്കാം, കർത്താവേ കരുണയൊന്ന് വർഷിക്കണമേ. ഒരുപാട് പേര് സൗഖ്യമാകുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര്. ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ണ് തുറന്ന് നോക്കിക്കേ. ഈ റെജിയെ ഈശോ സ്പർശിക്കുന്നു ഒന്ന് കണ്ടേ. ഈശോയുടെ സ്പർശനം ഈ റെജിയുടെ മേൽ വരുന്നു എന്ന് കണ്ടേ. മനുഷ്യരാരും തൊടുന്നില്ല, പക്ഷേ ഇപ്പോൾ ഈ തോളിൽ നിന്ന് കെട്ടുകൾ അഴിയുന്നുണ്ട്.
ബന്ധനങ്ങൾ പൊട്ടുന്നുണ്ട്. ഈശോ രോഗബന്ധനങ്ങളെ അഴിച്ചു കളയുന്നുണ്ട്. ഇങ്ങനെ ഓടിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നവർ കൈ ഓടിച്ചു പ്രാർത്ഥിച്ചു. നിവർത്തി പിടിച്ചു. ഈ കൈ നിവർത്തി പിടിച്ചു. ഇപ്പൊ തന്നെ സൗഖ്യമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നീ എനിക്ക് വളരെ വിലപ്പെട്ടവളും മാന്യമാണ്. എൻ്റെ ഇപ്പോഴും സൗഖ്യം നടക്കുന്നുണ്ട്. ഈ വ്യക്തി മാത്രമല്ല, ഇവിടെ ഒത്തിരി മുഖങ്ങൾ എടുത്തു മാറ്റുന്നുണ്ട്. ഈശോയുടെ മുഖം വഹിക്കാൻ തീരുമാനിക്കാൻ മറ്റു മുഖങ്ങളെല്ലാം മാറും. ഹല്ലേലൂയ. റജിയുടെ മേല് അവിടുത്തെ കാരുണ്യാതിരേകത്തെ വെളിപ്പെടുത്തണമേ. വിശുദ്ധമായ വചനത്തിന് ശക്തി അയക്കണമേ. അമ്മേ മാതാവേ, വിമല ഹൃദയത്തിലേക്ക് അതിവിശേഷമായൊരു പ്രതിഷ്ഠയായിട്ട് ഈ റജിയെയും അവളുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈ ഉയർത്തിക്കുക ചേച്ചി. എന്നെ വേണേ ചെയ്തു. ആ വിരലുകളൊന്ന് ചേർത്തടിച്ച്, ആ കൊന്ത ആ സഹോദരിയുടെ കൊടുത്തിട്ട് കൈ ഒന്ന് നന്നായിട്ട് ചേർത്തടിച്ച് തിരിഞ്ഞു വന്നു അങ്ങ് ഉയർത്തി ചേർത്തടിച്ചു. ഈശോയേന്ന് പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, ലോകം മുഴുവൻ ഇന്ന് കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ സർവശക്തനായ ദൈവമേ, അവിടുത്തെ കരവലയത്തിനകത്ത് ഞങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ ഉറപ്പിൽ ഞങ്ങളിപ്പോൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊരു വിശേഷമായൊരു പ്രതിഷ്ഠ ഞങ്ങളുടെ ജീവിതത്തെ മഹത്വപൂർണ്ണയായ അമ്മ മാറിയല്ലോ. ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ മഹത്വം അമ്മയിൽ വെളിപ്പെട്ടല്ലോ. അതേ മഹത്വം ഞങ്ങളിലും വെളിപ്പെട്ട് വരുവാനായിട്ട് അനുദിനം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, തിരോധാനം ഭയന്ന് മോശ മൂടുപടം ഇട്ടതുപോലെ അല്ല, ഞങ്ങൾക്ക് തിരോധാനത്തിൻ്റെ ഭയം ആവശ്യമില്ലല്ലോ. കാരണം തേജസ്സിൻ്റെ ഉടയവനെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെയാണല്ലോ ഞങ്ങൾ വഹിക്കുന്നത്. അത് എല്ലാ മേഖലയിലും ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. മക്കളെക്കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ, രോഗികളായി ദുഃഖിക്കുന്നവർ, ശാരീരിക അവസ്ഥ കണ്ട് ദുഃഖിച്ചിരിക്കുന്നവർ, ആക്ഷേപത്തിൽ, അപവാദത്തിൽ, അവിഖ്യാതികളിൽ വേദനിക്കുന്നവർ, എൻ്റെ ദൈവം എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി വ്യാപിച്ചിറങ്ങട്ടെ. ഈ നിമിഷത്തിൽ തന്നെ വചനം ഒരു കാറ്റായി മഴയായി ഓരോ മക്കളിലേക്കും പെയ്തിറങ്ങട്ടെ. യേശുവിൻ്റെ ആത്മാവിൻ്റെ വലിയ വിജയത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനത്തിൻ്റെ വേമാരി പെയ്തിറങ്ങട്ടെ. ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധീകരിക്കപ്പെട്ട കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അതുപോലെ പ്രതിഫലിക്കപ്പെടുന്ന ദിവസങ്ങളായിട്ട് ദിവസങ്ങൾ മാറട്ടെ. എങ്ങാണ്ടൊന്നോ വന്ന് എവിടോട്ടോ പോകുന്ന ഒരു മഹത്വം അല്ലല്ലോ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്ഥിരമായി മഹത്വപൂർണനായ ക്രിസ്തു വസിച്ച് ഞങ്ങളിൽ ആ മഹത്വപൂർണരാക്കി ഞങ്ങളെ മാറ്റുകയാണല്ലോ. ആ വാസത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ കൃപ ചെയ്യണം. രോഗമുള്ള ഇടങ്ങളിൽ കരമമർത്തി വെച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെയും ശരീരത്തിലേക്ക് ഈ സമയത്ത് വചനത്തിൻ്റെ ശക്തി ഒന്ന് ഇറങ്ങട്ടെ. വചനത്തിൻ്റെ ശക്തി ഒന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാവട്ടെ, പീഡിതർ വിടുവിക്കപ്പെടട്ടെ. വചനാത്മാവിനെ അയക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടില്ല, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകളിൽ ഇതാ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഇതേ സമയത്ത് കാത്തിരിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ
കർത്താവു നിന്നോടു കൂടെയുണ്ട്, നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോടു കൂടെയുണ്ട്, നിന്റെ ആശ്വാസദായകൻ